അള്ളാന്റെ റസൂലിന് നല്ലതാണ് എന്ന് തോന്നുന്നത് വരെ റബ്ബിന്റെ ഓർഡർ കിട്ടുവോളം നബി എന്ത് ചെയ്തിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല. എങ്കിൽ ഇക്കാലഘട്ടത്തിലെ ആളുകൾ പറയുന്നു നല്ലതല്ലേ എന്ന് തോന്നിയിട്ട് നമുക്ക് ദീനിൽ പലതും നടപ്പാക്കാം. അങ്ങനെ പറ്റുമോ? എനിക്ക് നല്ലതാന്ന് തോന്നണം, ഞാൻ നാളെ മുതൽക്കാണ് ദീനായിട്ട് പ്രഖ്യാപിക്കുക. അതിന് അധികാരമില്ല. മുത്തു മുസ്തഫാക്ക് വരെ ധൈര്യം വന്നിട്ടില്ല. റസൂൽ ഇഷ്ടപ്പെട്ട കാര്യം വരെ നബി ചെയ്തില്ല. അള്ളാഹ് പറയട്ടെ, അള്ളാഹ് പറയാതെ എനിക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ എന്തെല്ലാം പ്രവാചകൻ മോഹിച്ചിരുന്നു, ചെയ്തിട്ടില്ല. ഹിജാബ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, നടപ്പിലാക്കിയില്ല. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു. ഒരു ചെറിയൊരു പെശക് എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ കൽപ്പനയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പെശകാന്ന് പറയാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് പറയാതൊരു കാര്യം പറഞ്ഞു, അതിന് അദബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറ്റൂല. അത് പറയണം, തുടർന്നുകൊണ്ട് പറയണം. ഇനിയിപ്പോ മറന്നുപോയില്ലേ, മറന്നാ പിന്നെ അതിന് പ്രായശ്ചിത്തല്ലേ. വദ്കുർ റബ്ബക, നിന്റെ രക്ഷിതാവിനെ നീ ഓർക്കണം. ഇദാ നസീത, നീ മറന്നു കളഞ്ഞാൽ. മറന്നാൽ ഓർമ്മ വന്നാ ഉടനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞോന്ന് പറയാൻ മറന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് പറഞ്ഞതാ, ഒന്നും കൂടി ഞാൻ പറഞ്ഞ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അങ്ങനെയാണ് ഓർമ്മ വന്നാൽ. നമ്മളെടുത്തൊരു അബദ്ധൊരു കാര്യം മറന്ന കാര്യത്തിനൊക്കെ ഇസ്ലാമിൽ ഇളവുണ്ട്. അത് അതിൻ്റെ മറ്റൊരു മസലയാണ്. ഇസ്ലാമിലൊരു കാര്യം മറന്നാ അതിന് ശിക്ഷയൊന്നുമില്ല. മറന്നാ ശിക്ഷല്ല. എൻ്റെ ഉമ്മത്തിന് 3 കാര്യങ്ങൾ റുഫിഅ അൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് പാപം അവർക്ക് ശിക്ഷ കിട്ടൂല എന്നുള്ള കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ട് കഴിഞ്ഞ കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷല്ല. 3 കാര്യങ്ങൾക്ക്. 1, ഉറക്ക്. ഒരാൾ ഉറക്കപ്പെട്ട് ഒരു ബാധ്യത നിർവഹിച്ചില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാവൂല. അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയ ഉടനെ, ഉണർന്ന ഉടനെ എന്താണോ ചെയ്യേണ്ടെങ്കിൽ അയാൾ ഉടനെ ചെയ്തിരിക്കണം. 2-മത്തത് അന്നിസിയാൻ, മറവി മനുഷ്യ സഹജാണ്. മറന്നുപോയപ്പോ എന്ത് ചെയ്യണം? ഓർമ്മ വന്നാൽ ചെയ്യണം. ഓർമ്മ വന്നാൽ ഉടനെ ചെയ്യണം. 3-മത്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നിർബന്ധിക്കപ്പെട്ടാൽ ഒഴികെ. ഒരാളെ നിർബന്ധിക്കുകയാണ്, ഒരാൾ നിർബന്ധിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് ഒരാളോട് കുഫറിന്റെ വാചകം പറയണേ, എന്നാൽ അയാൾ ഈ മനസ്സിൽ ഈമാൻ നല്ല ഉറപ്പിച്ചിട്ട് നാവുകൊണ്ട് വെറുതെ നുണ പറയാം. അയാളെ മനസ്സിൽ നല്ല ഈമാനുണ്ട്, പുറത്തേക്ക് അയാൾ കുഫറിന്റെ വാചകം നിർബന്ധിത സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരനാകൂല എന്നുള്ളത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാരുണ്യമാണ്. അപ്പൊ ഇവിടെ ഓർമ്മപ്പെടുത്താണ്, വദ്കുർ റബ്ബക, നിന്റെ രക്ഷിതാവിനെ നീ ഓർക്കുക. ഇദാ നസീത, നീ മറന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് ഇതിലേക്ക് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത്. ഇതിലേക്ക് ഇൻഷാ അല്ലാഹ് മറന്നാൽ നീ ഉടനെ ഓർമ്മ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. ഇനി 2-മത്തൊരു വ്യാഖ്യാനം അവിടെ മുഫസ്സിരീങ്ങൾക്കുണ്ട്. അതെന്താ? അത് ആദ്യത്തെ ആയത്തിനോട് കണക്റ്റഡ് അല്ല, ഒരു പൊതുവിഷയം പറഞ്ഞതാണ്. നീ ഏത് കാര്യത്തിൽ നിന്റെ റബ്ബിനെ നീ മറന്നുവോ, വദ്കുർ റബ്ബക ഇദാ നസീത, മറവി പറ്റിയാൽ നീ ഉടനെ അല്ലാഹനെ ഓർത്തോ. അപ്പൊ മറവിക്കുള്ള മരുന്നാണ് ദിക്ർ. അങ്ങനെ ആമായിട്ട് പറഞ്ഞതാണ് എന്നും തഫ്സീറുണ്ട്. മറവി പറ്റിയാൽ നമ്മൾ വേഗം ദിക്ർ ചൊല്ലിയാൽ, നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് മറന്നു, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് മറന്നുപോയല്ലോ. അപ്പോ ദിക്റുകൾ നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. മറവി രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ദിക്ർ വർദ്ധിപ്പിക്കുക. ദിക്ർ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അത്രയും ദാക്കിറത്ത് വർക്ക് ചെയ്യും. ദാക്കിറത്ത് എന്താ? മനുഷ്യന്റെ ഓർമ്മശക്തി, നല്ല പവർ. ഖുർആനിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റിയ ആയത്തുകളും ദിക്റുകളും ഒക്കെ ഇങ്ങനെ. അപ്പൊ നല്ല ഖൽബിന് നല്ല ഖുവ്വത്തുണ്ടാവും. അപ്പൊ നല്ല മനഃശക്തിയും മനോധൈര്യവും മനോദാർഢ്യതയും അതുപോലെ തന്നെ മറവി രോഗത്തിൽ നിന്നുള്ള കാവലും ഒക്കെ കിട്ടും. വദ്കുർ റബ്ബക, നിന്റെ റബ്ബിനെ നീ ഓർക്കണം. ഇദാ നസീത, നിനക്ക് മറവി പറ്റിക്കഴിഞ്ഞാൽ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാന്റെ ദീനിനെ പരിഹസിക്കുന്ന സദസ്സുകളിൽ നീ പോയി ഇരുന്നു കൊടുക്കരുത്. അള്ളാന്റെ ദീനിനെ പറ്റി പരിഹസിക്കുന്ന സദസ്സുകളിൽ
അറിഞ്ഞുകൊണ്ട് പോയിരിക്കരുത്. എന്നാലും എന്താപ്പ എല്ലാം കേട്ടൂടെ, എന്താ പോലും പറയണെന്ന് കേട്ടൂടെ? അതിന് നിനക്ക് കഴിവുണ്ടെങ്കിൽ പോയിരുന്നോ? കഴിവുണ്ടെങ്കിൽ പോയിരുന്നോ? എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ എല്ലാം കാണാനും എല്ലാം കേൾക്കാനൊന്നും പറ്റൂല. എനിക്ക് കേൾക്കാം, ഏത് യുക്തിവാദിയുടെ പ്രസംഗവും എനിക്ക് കേൾക്കാം, ഏത് നിരീശ്വരവാദിയുടെ സംസാരവും കേൾക്കാം, എന്തും എനിക്ക് വായിക്കാം, കേൾക്കാം. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗം ഞാൻ ആദ്യം ക്ലിയറാക്കിയവനായിരിക്കണം. ഇത് എൻ്റെ തൊട്ട് പഠിച്ചിട്ടില്ല, മറ്റോൻ്റെത് കേൾക്കുകയും ചെയ്യും. എങ്ങനെ ഉണ്ടാവും? ഇന്നിപ്പോ എല്ലാവരും അവസ്ഥ അതാ. ഓന്റെ ദീനവും പഠിച്ചിട്ടില്ല, ഇസ്ലാം ദീനും ഓൻ അറിയില്ല, എന്നിട്ട് പിന്നെ മറ്റുള്ളത് കേൾക്കാൻ നടക്കുക. എല്ലാം കേൾക്കണ്ടേ അറിഞ്ഞിട്ട് വേഗമാണ് പോവും, അവിടെ കൊണ്ടുപോകും. നേരെ മറിച്ച് അവനാൻ്റെ ഒരു നല്ല അരക്കിട്ട് ഉറപ്പിച്ച് ധൈര്യത്തിൽ ഇരുന്നിട്ട് മറ്റോൻ്റെത് കേൾക്കുക. എന്തിനാണെന്നറിയോ? ചൂട്ട മറുപടി കൊടുക്കാൻ. അവൻ്റെതാണ് തേച്ച് ഭിത്തിയിലൊട്ടിക്കാൻ വേണ്ടി, അവൻ്റെ ആദർശത്തെ തേച്ച് ഭിത്തിയിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെത് കേൾക്കണത്. അങ്ങനെ നല്ല ഉറപ്പും കരുത്തുള്ളതും കേട്ടാൽ മതി, അല്ലാത്തതും കേൾക്കരുത്. അതാണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവരെ സരസിൽ പോയി ഇരുന്ന് കൊടുക്കരുത്, അവൻ്റെത് കേൾക്കരുത്, വായിക്കരുത്. ഇനി വല്ല കാരണവശാലും മറന്നുകൊണ്ട് നീ അത്തരം സദസ്സുകളിൽ പെട്ടുപോയാലോ? وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بَعْدَ الذِّكْرَى مَعَ الْقَوْمِ الظَّالِمِينَ. അറിയാതെ നീ അത്തരം കേന്ദ്രങ്ങളിൽ പോയി പെട്ട് കുറച്ചു നേരം ഇരുന്നു കൊടുത്താലോ, നിനക്ക് ഓർമ്മ വന്നാൽ ഉടനെ സ്ഥലം വിട്ടോളണം. ഫലാ തഖ്ഉദ്, നീ ഇരുന്നു കൊടുക്കരുത് ഒരു സെക്കൻഡ് പോലും. മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളുടെ കൂടെ ഇരുന്നു കൊടുക്കരുത്. അത് അള്ളാന്റെ കൽപ്പനയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ പറയുന്ന വിഷയം എന്താ? എന്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയത്? മറന്നാൽ നീ അള്ളാഹിനെ ഓർക്കണം. അപ്പൊ മറയി പറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുക. മറയി പറ്റിക്കഴിഞ്ഞാൽ, ഇമാമിനെ മറയി പറ്റിക്കഴിഞ്ഞാലുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹ്. ഇമാമിന് അബദ്ധം പറ്റി, മറയി പറ്റി, ബാക്കിലുള്ള മൗമിമികൾ എന്താ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ഒരു ദിക്റാണത്. അങ്ങനെ പൊതുവെയുള്ളൊരു നിർദ്ദേശമാണത് എന്ന് തഫ്സീർ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല ഭൂരിപക്ഷവും പറഞ്ഞതെന്താണ്? നേരത്തെ പറഞ്ഞ വചനത്തോട് കണക്റ്റഡായ ആയത്താണത്. ഇൻഷാ അല്ലാ പറയാൻ നീ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ റബ്ബിനെ നിനക്ക് ഓർമ്മ വരുമ്പോൾ നീ അത് ഓർത്തു പറയണം. വഖുൽ, നീ പറയുകയും ചെയ്യണം. അസാ അൻ യഹ്ദിയനി റബ്ബി, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ച് തന്നേക്കാം. അസാ, ആയേക്കാം. എന്തായേക്കാം? അൻ യഹ്ദിയനി, എനിക്ക് വഴി കാണിച്ച് തന്നേക്കാം. ഹദാ, വഴി കാണിച്ചു. യഹ്ദിയനി, എനിക്ക് വഴി കാണിച്ചു തന്നേക്കാം. റബ്ബി, എന്റെ റബ്ബ്. ലി അഖ്റബ മിൻ ഹാദാ, ഇതിനേക്കാൾ ഏറ്റവും അടുത്തതിലേക്ക്. ലി അഖ്റബ്, ഏറ്റവും അടുത്തതിലേക്ക്. മിൻ ഹാദാ, ഇതിനേക്കാൾ. റശദൻ, നേർമാർഗത്താൽ ഏറ്റവും നല്ലതിലേക്ക് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരികയും ചെയ്തേക്കാം എന്ന് നീ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാധാനിപ്പിക്കലിൻ്റെ ഒരു സൂചന അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അൽ കഹ്ഫുകാരുടെ സംഭവം പറഞ്ഞിട്ട് അത് ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോടുള്ളൊരു സൂചനയാണ്. നിങ്ങൾക്കിതേപോലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു വഴിയിലേക്ക് അള്ളാഹു നയിച്ചേക്കാം എന്നുള്ളൊരു സൂചന. അതെന്താണ് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഗുഹാവാസികള് ആ നാട് വിട്ട് ഗുഹയിൽ പാർത്ത് പിന്നീട് അവർ പ്രശസ്തരായി, ഏറ്റവും നല്ലൊരു പര്യവസാനാണ് അവർക്ക് കിട്ടിയത്. അവരൊക്കെ നല്ലൊരു ആഖിബത്തിലേക്കാണ് അവർ പോയത്. നബിയെ, അങ്ങക്കും അങ്ങനെ ഒന്ന് വരാനിരിക്കുന്നു. മദീനയിൽ നിന്ന് അങ്ങ് ഹിജറ പോകുന്നു. ഗാറെ സൗറിൽ, സൗർ ഗുഹയിൽ അങ്ങ് കുറച്ചു കാലം താമസിക്കും. അവിടം വിട്ട് സുരക്ഷിതമായി അങ്ങ് മദീനയിൽ അണയും എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ആ വചനത്തിലുള്ളത് എന്ന് പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തി കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട് വിട്ടു പോക്ക്, അൽ കഹ്ഫുകാരുടെ നാട് വിട്ടു പോക്ക്, അൽ കഹ്ഫുകാരുടെ ഗുഹാപ്രവേശനം, നബിതങ്ങളുടെ സൗർ ഗുഹയിലെ പ്രവേശനം,
അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് അള്ളാന്റെ റസൂല് ഉന്നതമായ ഇതിനേക്കാൾ അഖറബായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ അവിടുത്തേക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതും, അവിടെ എത്തിയതിൻ്റെ ശേഷം ഇസ്ലാമിനുണ്ടായ വളർച്ചയും, പിന്നീട് ഹുദൈബിയയിലേക്ക് വന്ന് ആ ഒരു വർഷത്തിലെ കരാറും, ആ കരാറ് കാരണത്താൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിനുണ്ടായ വളർച്ചയും, അങ്ങനെ ലോകത്തിൻ്റെ മശ്രിഖ് മഗ്രിബ് ഭാഗങ്ങളിൽ ഇസ്ലാമിനുണ്ടായ ദ്രുതഗതിയിലുള്ള വളർച്ചയിലേക്കൊക്കെയുള്ള ഒരു സൂചന ഈ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പൊ അതാണ് അത് നബിതങ്ങളോട് അല്ലാഹു തആല പറയുന്നു. നമ്മളും തന്നെ ഒരു കാര്യത്തിൽ നമ്മളൊരു കാര്യം പറയാൻ മറന്നു, ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം, ഉത്തമമായൊരു കാര്യത്തിലേക്ക് എനിക്കും എൻ്റെ റബ്ബ് ഇതിനേക്കാൾ നിലവിലുള്ള ഒരവസ്ഥയേക്കാൾ ഉത്തമമായ അഖറബായ റഷദൻ ഒരു മാർഗത്തിലേക്ക് അസാ റബ്ബി അയ്യഹ്ദിയനി, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ച് തന്നേക്കാം. റബ്ബിനെ പറ്റി നമുക്ക് എപ്പോഴും നല്ല പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹിനെ കുറിച്ച് ഒരിക്കലും ഏതു പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകരുത്? നിരാശ ഉണ്ടാകരുത്. റബ്ബിനെ കുറിച്ച് എപ്പോഴും ഹുസ്നുൽ ദന്ന ഉണ്ടാകേണ്ടത്. എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും ഉത്തമമായ ഒന്നിലേക്ക് എനിക്ക് വഴി കാണിച്ചു തരും, എൻ്റെ റബ്ബ് എന്നെ കൈവടിയൂല. എപ്പോഴും അതാണ് നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ എനിക്കൊന്നുമില്ല, ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ്, ഞാൻ എന്നും ഗതികെട്ടവൻ തന്നെയാണ്, എനിക്ക് ഗുണം പിടിക്കുന്ന ഒരവസ്ഥ വരുന്നില്ല, അങ്ങനെ പറയാനേ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ചിന്തിച്ചാലാണ് കുഴപ്പം. കാരണം നബി സല്ലല്ലാഹു അള്ളാഹിന്റെ റസൂല് പറയാണ്, അള്ളാഹ് അറിയിച്ചിരുന്ന കാര്യമാണ്, അന ഇൻദ ദന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ അവനോട് ഇടപെടുക എന്ന് അള്ളാഹ് പറയുന്നത്. ഇൻ ദന്ന ബി ഖൈറൻ, എന്നെ കുറിച്ച് നല്ലതാണോ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്നാ ഞാൻ അവനോട് അങ്ങനെയാണ്. ഇനി വൈൻ ദന്ന ബി ശർറൻ, എന്നെ കുറിച്ച് വേണ്ടാത്ത ചിന്തയാണോ അവനുള്ളത്, എന്നാ അങ്ങനെ ആയിരിക്കും ഞാൻ അവനോട്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും അല്ലാഹനെ പറ്റി എന്ത് പ്രതീക്ഷയായിരിക്കണം? ശുഭപ്രതീക്ഷയായിരിക്കണം. ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും, എല്ലാം ശരിയാവും. ഇപ്പം തൽക്കാലത്തൊരു വിഷമാണ് ഇതൊക്കെ മാറും. ഏത് കുന്നുണ്ടോ ഒരു കുഴിയുണ്ടോ അതിനൊക്കെ കരകയറ്റുണ്ടാവും. ഇരുട്ടുപട എന്നും വ്യാപിച്ച് കിടക്കൂല, ഒരു പ്രഭാതം വരും. ഇങ്ങനെ നല്ല പ്രതീക്ഷ, നല്ല വാക്കുകൾ നമ്മൾ കൊടുക്കണം, നമുക്കും കൊടുക്കണം, വേറൊരാളുടെ മനസ്സിലേക്കും അത് ഇട്ട് കൊടുക്കണം. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ഹുസ്നുൽ ദന്ന പറഞ്ഞു കൊടുക്കുന്നത്, സാരല്ല ശരിയായിക്കോളും. അത് നോക്കൂ, അള്ളാഹിന്റെ റസൂൽ രോഗിയെ കാണാൻ പോകുമ്പോൾ ദുആക്കെ കഴിഞ്ഞാൽ എന്താ പറയാ? ലാബസ് തഹൂർ ഇൻഷാ അല്ലാഹ്, ലാബസ്, ഒന്നുമില്ലടോ, ഒന്നുമില്ല, സാരില്ലാന്നേ നമ്മൾ പറയില്ലേ, സാരില്ലാന്നേ, ലാബസ് തഹൂർ, ഇതൊക്കെ ശുദ്ധിയാകാനുള്ള വഴിയാ, ഇതൊക്കെ നമുക്ക് ഖൈറാണ് ഇൻഷാ അല്ലാഹ്, അള്ളാഹിന്റെ വേണ്ട കണ്ടെങ്കിൽ ഇതൊക്കെ ഖൈറാണ്. ഇങ്ങനെ പറയണം എന്നാണ്. സ്വന്തത്തോടും മറ്റുള്ളവരോടൊക്കെ പ്രതീക്ഷയുടെ വർത്താനങ്ങളെ പറയാവൂ. നിരാശയുടെ ഒരക്ഷരം നമ്മൾ പറയാൻ പാടില്ല. നല്ല പ്രതീക്ഷയാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്നുള്ള പ്രയോഗം ദുആയുടെ അവസരത്തിൽ പറയരുത്. അള്ളാഹിന്റെ റസൂൽ പ്രത്യേകം വിരോധിച്ച കാര്യമാണ്. ലാ തഖുൽ അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറഞ്ഞു പോകരുത്, അല്ലാഹുമ്മ ഗ്ഫിർലീ ഇൻ ശിഅ്ത, അല്ലാഹുമ്മ റഹംനീ ഇൻ ശിഅ്ത. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ പുറത്തു തരണേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ എനിക്ക് കരുണ ചെയ്യണേ എന്ന് പറയരുത്. നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഫൽയഅസിമുൽ മസ്അല, ഉറപ്പിച്ചു ചോദിച്ചോ, അള്ളാഹ് എനിക്ക് വേണം, എനിക്ക് തരണം, എനിക്ക് കിട്ടിയേ പറ്റൂ. കുട്ടികൾ വാശി പിടിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹിനോട് ചോദിക്കണം, എന്നാ തന്നേ പറ്റൂ, അള്ളാഹ് എനിക്ക് തരണം, എനിക്ക് തരണം അള്ളാഹ്. ഫൽയഅസിമുൽ മസ്അല, ചോദ്യം നല്ല കടുപ്പപ്പെട്ട് ചോദിച്ചോളി അള്ളാഹിനോട്. അങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹിനെ പറ്റി അങ്ങനെ തരുന്ന് നല്ലോണം വിചാരിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അള്ളാഹ് നീ എന്നെ നേർവഴിയിലാക്കണേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറയാനേ പാടില്ല. അവിടെ ഇൻഷാ അല്ലാഹ് പ്രയോഗം പറ്റൂല. അവിടെ അസീം കറക്റ്റായിട്ട് തന്നെ പറയണം. ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പൊ